ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോ നമ്മൾ തളരുകയല്ല വേണ്ടത്, കരുത്തോടെ നേരിടണം, പ്രതികരിച്ച് നിൽക്കണം. അതെങ്ങനെയും തരണം ചെയ്യണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചാലേ അതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ലാതെ രണ്ടുപേരും വാശിയോടെ നിന്നാ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. അതിന് ഞാനാണോ അമ്മ വഴക്കുണ്ടാക്കിയത്? ഞാനാണോ തെറ്റുകാരി? അതിന് തെറ്റുകാരി മോളാണെന്ന് അമ്മ പറഞ്ഞോ? ഇല്ലല്ലോ. ആ സ്ത്രീ എന്നോട് ഈ ദ്രോഹമൊക്കെ ചെയ്തിട്ടും ഹരീഷ് അവരെ ന്യായീകരിച്ചു നിൽക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അവനെ ന്യായീകരിക്കാന്ന് മോള് കരുതരുത്. ആ സ്ത്രീ അവന്റെ അമ്മയല്ലേ? എന്നുവെച്ച് ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുന്നതാണോ ഒരു ഭർത്താവിന്റെ കടമ? അങ്ങനെയാണോ ഒരു ഭർത്താവ് ചെയ്യേണ്ടത്? മോളെ, അമ്മയോട് മക്കൾക്ക് കാര്യം ചോദിക്കാനൊക്കെ ചില പരിമിതികളുണ്ട്. അതാവും കാരണം. പക്ഷേ ഭാര്യയോട് അങ്ങനെയല്ലല്ലോ. ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം ചില സ്വാതന്ത്ര്യങ്ങളില്ലേ? സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെയാണോ ഹരീഷ് കാണിക്കുന്നത്? ഹരീഷ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്നെ? അമ്മ കൊല്ലാൻ നോക്കിയ ഭാര്യയെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും കൂടപ്പുറപ്പും കൂടി കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഈ ഹരീഷ് ഇതുവരെയായിട്ടും എന്നെ ഒന്ന് അന്വേഷിച്ചോ? മോളെ, ചെകുത്താൻ വേദം ഓതുന്ന പോലെ ഏത് നേരവും അവൾ അവന്റെ ചെവിയില് നിന്നോടുള്ള പക കൂട്ടിക്കൊണ്ടിരിക്കുക. ആ രുക്മിണി, അവളുടെ ലക്ഷ്യം അത് തന്നെയാ. നീ അവിടെ നിന്ന് ഇറങ്ങിയതോടെ അവൾ വിജയിക്കുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്ന? നാണം കെട്ട് തിരിച്ച് ഹരീഷിന്റെ വീട്ടിൽ പോണോ? രുക്മിണിയുടെ ഹരീഷിന്റെ കാല് പിടിക്കണോ? രുക്മിണിയുടെ കാലൊന്നും പിടിക്കണ്ട. പക്ഷേ ഹരീഷും അയാളുടെ പിണക്കം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോരുത് മോളെ. എത്ര വലിയ ബന്ധമായാലും ഒരിക്കൽ അകന്നു പോയാ പിന്നെ അടുക്കാൻ അത്ര എളുപ്പമല്ലാതെ വരും. അതിനുള്ള അവസരം കൊടുക്കരുത് മോളെ. അതുകൊണ്ട് എന്തായാലും മോള് ഹരീഷിനെ വിളിക്കണം, സംസാരിക്കാൻ ശ്രമിക്കണം. എന്നാലേ ഇതിനൊരു പരിഹാരമുള്ളൂ. വിട്ടുവീഴ്ചകളാണ് മോളെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് നിലനിൽപ്പ്. തെറ്റാരുടെ ഭാഗത്തായാലും ശരി, ഒരാളങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കണം. നടന്ന കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. നല്ല അവസരങ്ങൾ ഇനിയും കിട്ടുമല്ലോ, അപ്പൊ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് അവന്റെ ഭാഗത്ത് എത്ര വലിയ തെറ്റുണ്ടെങ്കിലും തൽക്കാലം അത് ക്ഷമിക്കേ. എത്രയും പെട്ടെന്ന് അവനോട് സംസാരിക്കാനോ അടുക്കാനോ ശ്രമിക്കേ. അവന് നിന്നെപ്പോലെ തന്നെ വിഷമിക്കാവൂ.